പ്രവാസികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരവരെ പറ്റി തന്നെ മറന്നാലും കുടുംബത്തിന് വേണ്ടി എല്ലാം മറന്ന് അധ്വാനിക്കുന്നവരാണവർ, അല്ലേ? പലപ്പോഴും പല ആളുകളും പ്രവാസം നീണ്ടുപോകാനുള്ള കാരണമായി തന്നെ പറയുന്ന കാര്യം എന്താ ചോദിച്ചാൽ, മക്കളുടെ വിദ്യാഭ്യാസം അവരെവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടട്ടെ, അവരുടെ കരിയർ ഒന്ന് ഭദ്രമാകട്ടെ, എന്നിട്ട് നിർത്താം, അല്ലെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആളുകളെ പോലും നമുക്ക് പരിചയമുണ്ട്. ഇത്രമേൽ കൺസേൺഡ് ആണ് നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച്, അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റി, അവരുടെ ഭാവിയെ പറ്റി. പക്ഷേ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ നമ്മളെല്ലാ നിലക്കും നാടും വീടുമെല്ലാം ഉപേക്ഷിച്ച് അവിടെ പോയി അധ്വാനിക്കുന്നത് പോലും ഈ ഒരു കാര്യത്തിനായിട്ട് പോലും നമ്മുടെ മക്കളുടെ, പലപ്പോഴും പ്രവാസികളുടെ മക്കളുടെ അവസ്ഥ എന്താണ്, ഭാവിയിലേക്ക് എന്ന് കരുതി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ പ്രവാസത്തിനുള്ള റിസൾട്ട് അവിടെ ഉണ്ടാകുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, അല്ലേ? പക്ഷെ ഒരു റിയാലിറ്റിയാണ്, പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ട് എടുക്കുന്ന ആ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് സ്വാശ്രയ കോളേജുകളിലേക്ക് ഡൊണേഷനായിട്ടും ഫീസായിട്ടൊക്കെ അടച്ചു തീരുകയും അതിനനുസരിച്ചുള്ള റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥ. പണം പോകുന്നത് പോകട്ടെ, അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ആശ്വസിക്കാമായിരുന്നു. പക്ഷേ അതില്ലാത്തൊരു അവസ്ഥ ഒരു വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാത്തത് കൊണ്ട്, കൃത്യമായി അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കുന്നത്. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നേരത്തെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു നിലക്കുള്ള ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അവിടെയാണ് പലപ്പോഴും പല പ്രവാസികൾക്കും സംഭവിക്കുന്ന അബദ്ധങ്ങൾ, വളരെ ഭയാനകമായിട്ടുള്ള, വളരെ വലിയ കോൺസിക്വൻസിലേക്ക് നയിക്കുന്ന അബദ്ധങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച്, മക്കളുടെ ഭാവിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെപ്പറ്റി പ്രവാസികളായ രക്ഷിതാക്കൾ പ്രത്യേകിച്ചും അശ്രദ്ധമായി പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുവാൻ വേണ്ടി ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. UAE-യിൽ ഉള്ള പ്രവാസികൾക്ക് വേണ്ടി മാത്രമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ വരുന്ന ജനുവരി 2024 ജനുവരി 24-ന് UAE സമയം 8 മണിക്ക്, ഇന്ത്യൻ സമയം 9:30 ആണ് ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെയുള്ള ലിങ്കിൽ അത് വഴി രജിസ്റ്റർ ചെയ്യുക. തീർച്ചയായും നമുക്ക് 24-ാം തീയതി കാണാം.